ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നല്ല ബീഫ് കറീൻ്റെയും കുബൂസിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഇളക്കിയാണ്ട് മാറ്റി വെക്കുക ഒരു 10 മിനിറ്റ്. ശേഷം നമുക്കൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഈസ്റ്റിൻ്റെ മിക്സ് ഒരു 3-4 തവണയായി, അതായത് ഇത് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാൻ പാടില്ല. ഇതൊരു 3-4 തവണയായി കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതേ സെയിം ബൗളിൽ തന്നെ കുറച്ച് എണ്ണ പുരട്ടണം. എന്നിട്ട് അതിൽ കുഴച്ച് വെച്ച മാവ് അതിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 2.5 അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെക്കണം. അപ്പോൾ മാവ് പൊങ്ങി വന്നിട്ട് കാണാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മാവ് 2 മണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ആ മാവിനെ ഒന്നും കൂടി നന്നായി കുഴച്ച് മാറ്റി വെക്കാം. ഈ കുഴച്ച മാവ് ഓരോ ബോൾസാക്കി നമുക്ക് മാറ്റാം. എനിക്ക് ഏതാണ്ട് ഇതിന്ന് ഒരു 13 ബോൾസ് എങ്ങാനും കിട്ടിയിട്ടുണ്ടാവും. 3 കപ്പിൽ നിന്ന് 13 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ഏകദേശം ചപ്പാത്തിയുടെ പരുവുണ്ടല്ലോ, അതിനേക്കാളും ഒന്നുകൂടി കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നാൽ പറ്റ കനം കുറയാനും പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. പൊങ്ങി വരുന്നത് കണ്ടില്ലേ, പെർഫെക്റ്റായി പൊങ്ങി വരുന്നുണ്ട്. ഇത് 2 സൈഡും മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കോംബോ ആയിട്ട് നല്ല ബീഫ് കറി റെസിപ്പി കാണിക്കാം. ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം സവാള വാടാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 2 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം തക്കാളി അരിഞ്ഞിട്ട് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളി ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് കറി പൗഡേഴ്സായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിലോട്ട് നമ്മുടെ കഴുകി വെച്ച ബീഫിൻ്റെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഗരം മസാല ഇടാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്നും കൂടി ഇളക്കി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ നല്ല ബീഫ് കറിയും കുബൂസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി കുബൂസും ബീഫ് കറിയും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉള്ള കണ്ടില്ലേ, നല്ല ലെയറായിട്ട്
അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.